വീണ്ടും ശബരിമല യുവതീ പ്രവേശനം ഒരു ചർച്ചയാവുകയാണ്. അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ UDF ക്യാമ്പുകളും NDA ക്യാമ്പുകളും വളരെ ആവേശത്തിലാണ്. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പയ്യെ ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. സദയം ക്ഷമിക്കുക. ആദ്യം ഞാനൊരു വാർത്ത കാണിക്കാം. ഏകദേശം 10 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2016 ഏപ്രിൽ 2-ാം തീയതി മനോരമ ഓൺലൈൻ ചാനൽ വന്നൊരു വാർത്തയാണ്. മറ്റെല്ലാ ചാനലുകളിലും മറ്റെല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും ഞാൻ മനോരമ പത്രം തന്നെ, ഓൺലൈൻ പത്രം തന്നെ തിരഞ്ഞെടുക്കാനുള്ള താല്പര്യം നിങ്ങൾക്ക് മനസ്സിലാവും. വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: ചരിത്രവിധി, മഹാരാഷ്ട്രയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീ പ്രവേശനം. മഹാരാഷ്ട്രയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുക സ്ത്രീകളുടെ മൗലികാവകാശമാണെന്നും അക്കാര്യം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും ബോംബെ ഹൈക്കോടതി നിർദ്ദേശം. ഇതിനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളാമെന്ന് സർക്കാർ മറുപടി നൽകുകയും ചെയ്തതോടെ വിലക്കുള്ള ക്ഷേത്രങ്ങളിലെല്ലാം സ്ത്രീ പ്രവേശനത്തിന് വഴിയൊരുങ്ങി. നിങ്ങൾ ഓർക്കുക, അന്ന് മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്, BJPയുടെ മുഖ്യമന്ത്രിയാണ് എന്നോർക്കണം. ആ വാർത്ത അങ്ങനെ പോകുന്നു. ഞാൻ ആ വാർത്ത മുഴുവൻ വായിക്കുന്നില്ല. അതിൽ അവസാന ഭാഗത്ത് പറയുന്നത്, ഭരണഘടനയുടെ 14, 15, 25 വകുപ്പുകൾ ഉറപ്പു നൽകുന്ന നീതി അനുസരിച്ച് ലിംഗവിവേചനത്തിന് സർക്കാർ എതിരാണെന്നും കോടതി ഉത്തരവ് അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഭരണ പോലീസ് നേതൃത്വങ്ങൾക്ക് നൽകുമെന്നും അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. ക്ഷേത്രപ്രവേശനത്തിൽ സ്ത്രീ പുരുഷ ഭേദം പാടില്ലെന്ന് അനുശാസിക്കുന്ന 1956 മഹാരാഷ്ട്ര ഹിന്ദു ആരാധനാ നിയമം കർശനമായി നടപ്പാക്കും. ഈ നിയമപ്രകാരം ആരുടെയെങ്കിലും ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നത് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ രീതിയിലാണ് വാർത്ത പോകുന്നത്. എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ ഹൈക്കോടതി ഈ വിധി പറഞ്ഞപ്പോൾ ഒരാളുടെയും വികാരം വ്രണപ്പെട്ടില്ല, ഒരു മതവിശ്വാസിയുടെ വികാരം വ്രണപ്പെട്ടില്ല. അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ വിധി നടപ്പിലാക്കാൻ BJP മുഖ്യമന്ത്രി തയ്യാറായി. അവിടെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഇത് വിശ്വാസികളെ ഹനിക്കുന്നതാണ്, വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് ഒരു സമരം നയിച്ചില്ല. സുപ്രീം കോടതി പോയില്ല. ഇവരാരും ആ വിധി വളരെ കൃത്യമായിട്ട്, അതും ഹൈക്കോടതിയുടെ വിധി വളരെ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കി. പല അമ്പലങ്ങളിലും വിലക്കുണ്ടായിരുന്നു. ആ അമ്പലങ്ങളിലൊക്കെ പിന്നീട് സ്ത്രീകൾ പ്രവേശിക്കാൻ തുടങ്ങി. ഞാനിത് തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാരണം പിന്നീട് മനസ്സിലാവും. എന്താണ് ശബരിമലയിലെ പ്രശ്നം? യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പലരും മറന്നു കാണും. അതിൻ്റെ പശ്ചാത്തലം, ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ലായിരുന്നു. അതിന് പറഞ്ഞിരുന്ന കാരണങ്ങളിൽ ഒന്ന്, വളരെ മർമ്മപ്രധാനമായ കാരണമായിട്ട് പറഞ്ഞത്, സ്ത്രീകൾക്ക് അശുദ്ധി ഉണ്ടാവും. ഈ പ്രായത്തിൽ യുവതികൾക്ക് അശുദ്ധി ഉണ്ടാകുമെന്ന് വെച്ചാൽ പീരിയഡിൻ്റെ സമയത്ത് അവർ ഈ പറയുന്ന ആർത്തവ സമയത്ത് അവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 മുതൽ 50 വരെയുള്ള പ്രായം. ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്? 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ ആർത്തവം ഉണ്ടാവുള്ളൂ. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ അമ്മ, ആർത്തവമുള്ള സ്ത്രീകളെ ഗർഭിണികളാവൂ അഥവാ പ്രസവിക്കും, ഏറ്റവും പ്രായമേറിയ അമ്മ ഇന്ത്യക്കാരിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തമിഴ്നാട്ടുകാരിയാണെന്ന് തോന്നുന്നു. 73-ാമത്തെ വയസ്സിലാണ് അവർ പ്രസവിച്ചത്. അതിനു മുമ്പ് വരെ 72 റെക്കോർഡെങ്കിൽ ഇത് റെക്കോർഡ് തകർത്ത് 73-ാമത്തെ വയസ്സിൽ അവർ പ്രസവിച്ചു. എന്ന് വെച്ചാൽ 50 അല്ല, 73-ാമത്തെ വയസ്സിലും എന്തുണ്ട്, ആർത്തവം ഉണ്ടാവും എന്നുള്ളത് തെളിയുന്നു. ഇനി 9 വയസ്സിലും 8 വയസ്സിലും ആർത്തവം തുടങ്ങുന്ന പെൺകുട്ടികളില്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ പലർക്കും അറിയാം, നമ്മളെ ബന്ധുക്കളിലോ അയൽവാസത്തൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ കാണാം. അപ്പോൾ ഈ പറയുന്ന പ്രായം ആര് നിശ്ചയിച്ചതാണ്? ഏത് വേദഗ്രന്ഥങ്ങളിലാണ്? ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് ഐതിഹ്യത്തിലാണുള്ളത്? കാണിക്കാം. ഇതുമായി ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിലവിളി കൂടുന്ന ആളുകൾക്ക് അത് കാണിക്കാം. ഞാനത് തർക്കത്തിന് വേണ്ടിയിട്ടല്ല, ഒന്ന് കാണിക്കാം. സുപ്രീം കോടതി ആവർത്തിച്ചു വെച്ചിട്ടും കാണിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത്, അത് മാത്രമല്ല, ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ബ്രഹ്മചാര്യം തകരാറിലാവും. സ്ത്രീകളെ കണ്ടാൽ ആരെയാണ് നിങ്ങൾ കളിയാക്കുന്നത്? ദൈവത്തെയോ? ഈ പറയുന്ന ഈറനൊടുത്ത് പോകുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ, യുവതികളെ കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോകുന്ന ദൈവമാണ് ഞങ്ങളുടേത് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കളിയാക്കുകയാണ്. അങ്ങനെ പാടുണ്ടോ? ഇനി അത് തന്നെയാണ് പ്രശ്നം എന്ന് നിങ്ങൾ ബാധിക്കുകയാണെങ്കിൽ, അവിടെ അയ്യപ്പനെ പ്രണയിച്ച മറ്റൊരാളുണ്ട്, മാളികപ്പുറത്തമ്മ. അയ്യപ്പനെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് പക്ഷെ അയ്യപ്പൻ മലക്ക് മുകളിൽ കയറി തപസ് അനുഷ്ഠിച്ചപ്പോൾ താഴത്ത് പ്രതിഷേധ സൂചകമായി താഴെ ഒരു ഭാഗത്ത് അവരും നിലയുറപ്പിച്ചു. അതുകൊണ്ട് അവിടെ പോയി ക്ഷേത്രമുണ്ട്, മാളികപ്പുറത്തമ്മ. ആ ക്ഷേത്രം സന്ദർശിച്ചിട്ടാണ് മുകളിലേക്ക് അയ്യപ്പനെ കാണാൻ പോവുക. ഈ ക്ഷേത്രം മാളികപ്പുറത്തമ്മനെ സന്ദർശിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ, 6 പാക്ക് ഒക്കെ ഉള്ള ചെറുപ്പക്കാർ ഈ ഷർട്ട് പോലും ഇടാതെ പോകുമ്പോൾ അയ്യപ്പനുണ്ടാകുന്ന അതേ പ്രശ്നം മാളികപ്പുറത്തമ്മയ്ക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ എന്ത് യുക്തിയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യത്തിലുള്ളത്? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.
ഈ സമയത്ത് ഇതിനു വേണ്ടി വല്ലാണ്ട് വാദിച്ച ഒരാളാണ് രാഹുൽ ഈശ്വർ. മൂപ്പരിപ്പോഴും സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് യുവതികൾക്കെതിരെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, മൂപ്പര് നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കുകയും ഇരകൾക്കെതിരായിട്ട് നിരന്തരമായിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പ്രതികരിക്കുകയും ചെയ്തതോടുകൂടി കേസ് എടുക്കുന്ന അവസ്ഥയിലേക്കും ജയിലിലാവുന്ന അവസ്ഥയിലേക്കും മാറി. ഇപ്പോഴും മൂപ്പര് ആ പണി വിട്ടിട്ടില്ല. അപ്പൊ അന്ന് മൂപ്പര് ഈ സ്ത്രീ പ്രവേശനം യുവതികളോട് പ്രത്യേക ഒരു എതിർപ്പുള്ള ആളായതുകൊണ്ടാണ് മൂപ്പര് ഇതിനെതിരെ കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ഇത് കേൾക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അവിടെ പോയി. സുപ്രീം കോടതി ആവർത്തിച്ച് ചോദിച്ചത്, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഐതിഹ്യമാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് രേഖയാണ്, ഏത് ഹൈന്ദവ പുരാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രേഖ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അയാളുടെ കയ്യിലില്ല. അയാൾ കൊണ്ടുപോയത് ഇന്ത്യയുടെ ചരിത്രം, ഏതോ പണ്ട് ഒരു ബ്രിട്ടീഷുകാരനെ എഴുതിയൊരു ചരിത്രമാണ്, ആദ്യത്തെ ഇന്ത്യൻ ചരിത്രമാണ്. അതിൽ ഈ ശബരിമലയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിലേറെ കൗതുകം എന്താ വെച്ചാൽ, ആ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഒരു ഘട്ടത്തിൽ പോലും സന്ദർശിക്കാത്ത ആളാണ്. മൂപ്പര് ആരൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതുന്നത്. അങ്ങനെ പറഞ്ഞ് ആ ചരിത്രം എഴുതുന്നിടത്ത് അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച്, ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ അത് കണ്ട ആള് പറയാണ്, അവിടെ ഞാൻ സന്ദർശിച്ച സമയത്ത് പുരുഷന്മാരെയും കുറച്ച് പ്രായമായ സ്ത്രീകളെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാണ് മൂപ്പര് ഒരു രേഖയായിട്ട് കൊണ്ടത്. എന്ന് വെച്ചാൽ ചരിത്രം പറഞ്ഞു കൊടുത്ത ആൾക്ക്, ഈ എഴുതുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്ത ആൾക്ക് അവിടെ ചെന്നപ്പോൾ യുവതികളെ കാണാത്തതാണ് മൂപ്പര് ഇതിന്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല. അങ്ങനെ കോടതി വർഷങ്ങളോടെ, ഏകദേശം 12-13 വർഷം ഈ വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് 5 അംഗ ബെഞ്ച് വിധി പറഞ്ഞത്. അത് പറയുമ്പോൾ 4 പേരും യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറയുന്ന സമയത്ത് അന്നത്തെ LDF സർക്കാരിനോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഈ കേസിന്റെ ഘട്ടത്തിൽ സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടു. അന്ന് VS സർക്കാരാണ്. VS അച്യുതാനന്ദൻ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുത്തു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞത്, സർക്കാരിന്റെ നിലപാട് എല്ലായിടത്തും എന്ന പോലെ തന്നെ ആരാധനാലയങ്ങളിലും സ്ത്രീ പുരുഷ സമത്വം വേണം എന്നുള്ളത് തന്നെ. അതേ സമയത്ത് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വാക്കുകളെയും അവരുടെ അഭിപ്രായങ്ങളെയും മുഖവിലക്കെടുത്ത് വേണം ഒരു തീരുമാനത്തിലെത്താൻ എന്നാണ് സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടിയിട്ട് കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറഞ്ഞത്. അതാണ് ഇടതുപക്ഷ നിലപാട്. ഇവിടെ മഹാരാഷ്ട്രയിലെ വാർത്ത വായിച്ചപ്പോൾ അത് നടപ്പിലാക്കിയത് ഇപ്പൊ എതിർക്കുന്ന അതേ സംഘപരിവാറാണ്. ഇനി എന്തായിരുന്നു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ നിലപാട്? കോൺഗ്രസിന്റെയും BJPയുടെ ഒക്കെ. BJPക്ക് ആകെ ഒരു MLA കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേര് O രാജഗോപാലൻ എന്നാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് O രാജഗോപാലൻ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം, അതായത് യുവതികൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ലേഖനമാണ് അവരുടെ പത്രത്തിൽ അച്ചടിച്ചു വന്ന ഒരു ലേഖനമാണ് നിങ്ങളീ കാണുന്നത്. മാത്രമല്ല സുരേന്ദ്രൻ, പഴയ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞതും ഇതേ കാര്യമാണ്. സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്നാണ് ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടത്. അവരൊക്കെ പിന്നീട് തലകുത്തനെയായി. ഇനി ആരാണ് ഈ കേസ് കൊടുത്തത്? 5 യുവതികൾ, യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്തോ പേരിലുള്ള 5 യുവതികളാണ്. അവരുടെ ഒക്കെ പശ്ചാത്തലം നോക്കിയാൽ അവർ സംഘപരിവാറുമായി RSSുമായി ബന്ധമുള്ളവരാണ്. അപ്പൊ കേസ് കൊടുത്തവരവര്, കേസ് വിധി വന്നപ്പോൾ തല കുത്തനെ മറിഞ്ഞവരും, ഇതിനു വേണ്ടി യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ചവരും ലേഖനം എഴുതിയതൊക്കെ അവര് നലക്കം മറിഞ്ഞു. എന്താ കാരണം? ഇത് നടപ്പിലാക്കുമെന്ന് സർക്കാർ, അതായത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സുപ്രീം കോടതി ഭരണഘടനയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വിധി പറഞ്ഞാൽ അത് നടപ്പിലാക്കുക എന്നുള്ളത് ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ചെയ്യാൻ സർക്കാർ മുതിർന്നപ്പോൾ കുറച്ച് ആളുകൾ എതിർപ്പുമായി വന്നപ്പോൾ BJPക്ക് തോന്നി ഇപ്പം മലക്കം മറിയാണ് നല്ലത്. മലക്കം മറിഞ്ഞു. BJP മലക്കം മറിഞ്ഞപ്പോൾ തങ്ങൾ ഒറ്റപ്പെടുമോ എന്ന് ആര് ഭയന്നു? കോൺഗ്രസും മലക്കം മറിഞ്ഞു. വിശ്വാസികൾക്കെതിരാണ് സർക്കാർ എന്ന് വരുത്തി തീർത്തു. കുറെ യുവതികളെ അവർ തെരുവിലിറക്കി. അവർക്ക് നാരങ്ങ പിഴിയാൻ ആര് നിന്നു? മുസ്ലിം ലീഗ് നിന്ന്. എന്ന് വെച്ചാൽ വിശ്വാസം വിൽക്കാൻ തീരുമാനിച്ചു, രാഷ്ട്രീയ ആയുധമാക്കാൻ ഇവരെല്ലാം കൂടി, സംഘപരിവാറും UDF ഒക്കെ കൂടി തീരുമാനിച്ചു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ്. രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ഈ കോടതി വിധി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു. എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് ഈ വിധിയെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടി. അതേ സമയത്ത് പിന്നീട് കോൺഗ്രസും മലക്കം മറിഞ്ഞു. ഇപ്പൊ VD സതീഷിന് സർക്കാരിനോട് നിലപാട് ചോദിക്കാം, കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് ഈ VD സതീഷിനൊന്ന് പറ. ഏതെങ്കിലും കാര്യത്തിൽ VD സതീഷിനോ കോൺഗ്രസിന്റെ ഒരു നിലപാടുണ്ടോ? എന്നാൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു. എല്ലാ ഭാഗത്തും
എല്ലായിടത്തും എന്ന പോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്ത്രീ പുരുഷ സമത്വം എല്ലായിടത്തും എന്ന പോലെ തന്നെ ശബരിമലയിലും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ വേണമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അതേസമയം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആധികാരികമായ അഭിപ്രായം പറയേണ്ടവരുടെ വാക്കുകൾ കൂടി കേട്ട് വേണം കോടതി ഒരു തീരുമാനമെടുക്കാൻ. ആ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇതൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ആദ്യം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചതും കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആളുകളുമാണ്. അവരുടെ താല്പര്യം പക്ക രാഷ്ട്രീയമാണ്, വർഗീയ രാഷ്ട്രീയമായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ വിശ്വാസികളെ തിരിക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് സംഘപരിവാറും കോൺഗ്രസും ഒരേപോലെ കളിച്ചത്. അതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പശ്ചാത്തലവും ഒരുക്കി കൊടുത്ത അന്നത്തെ മാധ്യമങ്ങൾ. അപ്പോൾ ആവർത്തിച്ച് നിലപാട് ചോദിക്കുന്ന ആളുകളോട് പറയാണ്, സർക്കാരിന്റെ നിലപാട് മറ്റൊന്നുമല്ല. ഇതേ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെയും വിശിഷ്യ CPM-ന്റെ നിലപാട്. സ്ത്രീ പുരുഷ സമത്വത്തെ എല്ലായിടത്തും എന്ന പോലെ ഞങ്ങൾ എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അവരുടെ ആ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വാക്കുകളെ കൂടി മുഖവിലക്കെടുത്ത് ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താതെ വേണം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.